ഹലോ, ഇന്ന് വളരെയധികം സങ്കടകരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മ്യൂണിക്കിലെ ഡഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. പലതരം ക്രൂരതകൾക്ക് വിധേയമാക്കി ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊന്ന ഒരു സ്ഥലമാണിത്. പലരെയും മെഡിക്കൽ പരീക്ഷണത്തിന് വിധേയമാക്കുകയും അതിലൂടെ മരണപ്പെടുകയും ഗ്യാസ് ചേമ്പറിലൂടെ കൊല്ലുകയും കുറേ പേർക്ക് അസുഖങ്ങൾ വന്ന് മരിക്കുകയും അങ്ങനെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതം കാണിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് ജർമ്മനിയിലെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഇത് നമുക്ക് കയറുന്ന വഴി തന്നെ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഗൈഡിനെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഗൈഡ് ആണെങ്കിലും ഇവിടെ ഇന്ന് വളരെയധികം സങ്കടകരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കാരണം ജീവിച്ച കൊതി തീരാത്ത കുറേ ആളുകൾ ഒരുമിച്ച് മരിച്ചു വീണ സ്ഥലമാണിത്. ഈ ഒരു റെയിൽവേ പാളം കണ്ടോ? ഈ ഒരു ക്യാമ്പിലേക്ക് ആളുകളെ കൊണ്ടുവന്ന ട്രെയിൻ വന്ന സ്റ്റേഷനാണിത്. ഇത് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ഒരു മെയിൻ ഗേറ്റിൽ ഇവർ എഴുതി വെച്ചേക്കുന്നത് ആർബൈറ്റ് മാർക്ക് ഫ്രൈ എന്നാണ്, അതായത് ജോലി ചെയ്യുന്നതിലൂടെ മോചിതരാകുന്നു എന്നാണ് എഴുതി വെച്ചിരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഒട്ടും പറ്റൂല ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലാണ്. കാരണം എന്തോരം പാവപ്പെട്ട ജനങ്ങളെയാണ് അവരിവിടെ ഉപദ്രവിച്ചിരുന്നത്, കൊന്നൊടുക്കിയിരുന്നത്. ഈ ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു തടവുകാരെയൊക്കെ നിർത്തിയതും അതേപോലെ തന്നെ അവർ ജോലി ചെയ്തതും അവരെ ശിക്ഷിച്ചിരുന്നതും ഒക്കെ ഈ ഒരു ഗ്രൗണ്ടിലാണ്. നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത് ഈ ഒരു മെയിൻ്റെനൻസ് ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെ ഈ ഒരു ഡഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു എക്സിബിഷൻ പോലെയാണ് ഇവരിവിടെ കാണിച്ചേക്കുന്നത്. 1933 മാർച്ച് 22 അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിലെത്തി. പിന്നാലെയാണ് ഈ ഒരു ഡഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് നിലവിൽ വന്നത്. ആദ്യം രാഷ്ട്രീയ തടവുകാർക്കായി തുടങ്ങിയെങ്കിലും പിന്നീട് യഹൂദന്മാർ, റൊമാനികൾ, ലഹളക്കാർ, മതനേതാക്കൾ എന്നിവരടക്കം നാസികൾ ശത്രുക്കളായി കരുതിയവരെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നടച്ചു. ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡഹാവ് ആയിരുന്നു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ മോഡൽ ക്യാമ്പ്. പിന്നീട് നിർമ്മിച്ച മറ്റ് ക്യാമ്പുകളെല്ലാം ഇതിനെ മാതൃകയാക്കിയാണ് നിർമ്മിച്ചിരുന്നത്. ഏകദേശം 2 ലക്ഷം ആളുകളെയാണ് അവരിവിടെ തടവിലാക്കിയത്. 4150-ലധികം ആളുകൾ ഇവിടെ മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശപ്പ്, രോഗങ്ങൾ, മെഡിക്കൽ പരീക്ഷണങ്ങൾ, വധശിക്ഷ എന്നിവ കാരണവും കൂടാതെ പലരും കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവരിവിടെ നിന്നും ജയിലിൽ ചാടാൻ നോക്കിയിട്ടുണ്ട്. ആ ജയിലിൽ ചാടുന്ന വഴി അവരെ വെടിവെച്ചും കൊലപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു ക്യാമ്പിലേക്ക് വന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളും മറ്റ് സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഇവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ചില ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അവരുടെ ഫാമിലിയുടെ ചിത്രം വരെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും ശരിക്കും. കാരണം അവരിവിടെ വന്നിട്ട് ഇങ്ങനെ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ സത്യത്തിൽ അവരിവിടെ വന്നത്, ഈ ഒരു ക്യാമ്പിലേക്ക് അവർ വന്നത്. കണ്ടോ, ഈ ഒരു തടവുകാരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് എടുത്തു വെച്ചിരുന്നത്. അതായത് ഫ്രണ്ട് പോർഷൻ എടുക്കും, 2 സൈഡും ഒരു ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു.
ഈ ഒരു ഡഹാവ് ക്യാമ്പ് പരീക്ഷണശാല പോലെയായിരുന്നു. SS ഗാർഡുകൾ തടവുകാരിൽ അമാനുഷിക പരീക്ഷണങ്ങൾ നടത്തി. അതായത് തണുത്ത വെള്ളത്തിലിട്ട് ഹൈപ്പോതെർമിയ പരീക്ഷണം, മലേറിയ ബാധയുണ്ടാക്കി മരുന്ന് പരീക്ഷണങ്ങൾ, ഉയർന്ന മർദ്ദത്തിൽ മനുഷ്യൻ എത്ര നേരം ജീവിക്കുമെന്ന് കാണാനുള്ള പരീക്ഷണങ്ങൾ, ദിവസേന കഠിനാധ്വാനം ചെയ്യിപ്പിച്ചും ആയുധ ഫാക്ടറികളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റും ജോലി ചെയ്യിപ്പിച്ചും, അതുപോലെ തന്നെ പലരെയും ഗ്യാസ് ചേംബറിലും വെടിവെപ്പ്, വിശപ്പ് എന്നിവ കൊണ്ടും പലരും കൊല്ലപ്പെട്ടിരുന്നു. ഇത് കണ്ടോ, ഇതൊരു തടവുകാരന്റെ ഡ്രസ്സും അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഷൂവും തൊപ്പിയും ഒക്കെയാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ താമസിച്ച തടവുകാരുടെ ഡെയിലി റൂട്ടീനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 4 മണിയാകുമ്പോൾ ഇവർ എഴുന്നേക്കണം, 5:15 ഗ്രൗണ്ടിൽ ഇവർ പ്രസന്റ് ആയിരിക്കണം, 6 മണി തൊട്ട് 12 മണി വരെയും ഇവർ ജോലി ചെയ്യണം. അതിനുശേഷം 12 മണി തൊട്ട് 1 മണി വരെ ആയിരിക്കും ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളം പോലെയുള്ള സൂപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബ്രെഡും ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നം ഉണ്ടായാൽ പോലും ഇവർക്ക് ഭക്ഷണം അവർ കൊടുക്കാതിരിക്കും. അതിനുശേഷം 1 മണി തൊട്ട് 6:30 വരെയും വീണ്ടും ജോലിയാണ്. 7 മണിയാകുമ്പോൾ വീണ്ടും ഇവർ ഗ്രൗണ്ടിൽ പ്രസന്റ് ആയിരിക്കണം. അതിനുശേഷം 8:45 ആകുമ്പോഴേക്കും ഇവരെ ബെഡിൽ എല്ലാവരും കിടന്നിരിക്കണം. 9 മണിയാകുമ്പം ലൈറ്റ് ഓഫ് ചെയ്യും. വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കും കേട്ടോ ഇവരിവിടെ താമസിച്ചിരുന്നത്. കാരണം ഒരു സ്വാതന്ത്ര്യം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ. നരക ജീവിതമായിരുന്നു ഇവർക്കിവിടെ ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ തടവുകാർ ജോലിക്കും മറ്റും യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ കൊടുത്തേക്കുന്നത് ഇവർ യൂസ് ചെയ്തിരുന്ന മുറികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇവരുടെ മുറികൾ എന്ന് പറയുന്നത് വളരെയധികം ചെറുതും നിരവധി ആളുകളെ കുത്തി നിറച്ച നിലയിലുമായിരുന്നു. അതുമാത്രമല്ല അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവരിവിടെ കൊടുത്തിരുന്നില്ല. ഒരുപാട് പേർക്ക് ഒന്നിച്ചിരുന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരെയും വന്നിട്ടുണ്ട്. കുളിക്കാനുള്ള സൗകര്യം പോലും കുറവായിരുന്നു. പിന്നീട് ഈ ഒരു ക്യാമ്പിൽ പല രോഗങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ടൈഫസ് പോലെയുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്തു. കാരണം ആളുകൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും ഇവരിവിടെ കൊടുക്കുന്നില്ല. മോശകരമായ ശുചിത്വവുമാണ് അതിന് കാരണം. ഇത് ഈ ഒരു ഡഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഫുള്ള് മോഡലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ കണ്ടോ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അവസാനം അവർക്ക് ജോലി ചെയ്യാതിരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ വരുമ്പോഴേക്കും അവരെ കൊന്നുകളയുകയാണ് ഇവർ ചെയ്യുന്നത്. ക്രീമറ്റോറിയം, ഗ്യാസ് ചേംബർ എന്നിവയാണ് ഈ ഒരു ക്യാമ്പിലെ ഭയാനകമായ സെക്ഷൻ. ക്രീമറ്റോറിയം ദിവസങ്ങൾ കൊണ്ട് കുറേ ആളുകൾ മരണപ്പെടുകയും അവരുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിച്ചു. ഗ്യാസ് ചേംബർ എന്നത് ഷവർ റൂം എന്ന പേരിൽ മറച്ചുവെച്ചു. ഇവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ ഇവര് വിഷവാതകമാണ് വെച്ചേക്കുന്നതെന്നും ഇവരെ അകത്ത് കയറി കൊല്ലുകയാണെന്നും ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. കാരണം അതിൻ്റെ അകത്ത് മുകളിൽ ഷവർ പോലെയാണ് ഘടിപ്പിച്ചേക്കുന്നത്. പക്ഷെ ആ ഷവറിൽ നിന്നും വരുന്നത് വെള്ളമല്ല, ഗ്യാസ് ആണ് പുറത്തു വിടുന്നത്. സൈക്ലോൺ ബി എന്ന വിഷവാതകമാണ് അവർ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത്. ഇവരോട് പറയും പോയി ഷവർ ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞ് ഇവരെ അവിടെ ഇരുത്തുകയും ഇവരുടെ ഡ്രസ്സുകൾ ഊരാൻ പറയും. ഡ്രസ്സ് ഊരി ഇവർ വേറൊരു റൂമിൽ വെക്കുകയും പിന്നീട് അവിടെ അവർ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഈ ആൾക്കാരെ
കൂട്ടത്തോടെ ഈ ഒരു റൂമിലേക്ക് അവർ കയറ്റിവിടും. മുകളിൽ നോക്കുമ്പോൾ ഷവർ പോലെ ഇരിക്കും, പക്ഷേ അതിനുശേഷം ഇവർ ഈ റൂം ലോക്ക് ചെയ്യുകയും പിന്നീട് ഈ ഒരു ഗ്യാസ് ചേമ്പർ ഇവർ ഓപ്പൺ ആക്കും. സൈക്ലോൺ ബി എന്ന വിഷവാതകമാണ് ഈ ഒരു റൂമിൽ വന്ന് നിറയുന്നത്. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വളരെയധികം ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നത്. നമുക്കിത് ഫുള്ള് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അതിക്രൂരമായ കാര്യങ്ങളാണ് ഈ ഒരു ക്യാമ്പിൻ്റെ അകത്ത് നടന്നിരുന്നത്. 1945 ഏപ്രിൽ 29 അമേരിക്കൻ സൈന്യം ഡഹാവു ക്യാമ്പ് സ്വതന്ത്രമാക്കി. ഈ ഒരു അമേരിക്കൻ സൈന്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഞെട്ടിച്ച ഭീകരാവസ്ഥയായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് വിശന്നും രോഗബാധിതരുമായ തടവുകാർ, പിന്നെ കൂട്ടക്കുഴികളിൽ നിറഞ്ഞ മൃതദേഹങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇവർ ഇതിൻ്റെ അകത്ത് കണ്ടിരുന്നത്. പിന്നീട് ഈ ഒരു വിമോചനത്തിന് ശേഷം ഈ ഒരു ക്യാമ്പ് യുദ്ധക്കുറ്റ കേസുകൾക്കായി ഉപയോഗിച്ചു. 1945 മുതൽ 1948 വരെ ഈ ഒരു ഡഹാവു ട്രയൽസ് ഇവിടെ നടന്നു. നിരവധി SS ഗാർഡുകൾക്കും കമാൻഡന്റ്മാർക്കും ശിക്ഷ വിധിച്ചു. പിന്നീട് ഇതിപ്പോൾ സ്മാരക കേന്ദ്രമായി സംരക്ഷിച്ചിരിക്കുന്നു, ഡഹാവു കോൺസെൻട്രേഷൻ ക്യാമ്പ് മെമ്മോറിയൽ സൈറ്റ് എന്ന പേരിൽ. ഇത് കണ്ടോ, ഇത് നാസികളുടെ ചിഹ്നമാണ് കേട്ടോ ഈ കാണിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഇവർ താമസിച്ചിരുന്ന മുറികൾ കാണാനാണ്. എനിക്കിപ്പോൾ ഇത്രയും കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അധികം സങ്കടമാണ് കേട്ടോ. ഇതിലെ വഴിയൊക്കെ നടക്കുമ്പം അവരെക്കുറിച്ചാണ് എനിക്ക് ഈ ഓർമ്മ ഫുള്ള് വരുന്നത്. ഇവിടെയാണ് ഈ തടവുകാർ തിങ്ങി നിറങ്ങി കിടന്നിരുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് കിടക്കാനുള്ളൊരു ബെഡേ ഉള്ളൂ ഇത്. സത്യത്തിൽ ഇതിൻ്റെ അകത്താണ് ഈ ആൾക്കാരെ കുത്തി നിറച്ചിവർ കിടത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ നരകപൂർണമായി ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വന്ന കുറേ ആളുകൾ താമസിച്ച സ്ഥലമാണിത്. എത്ര കൊതിച്ചു കാണുമല്ലേ അവരൊന്ന് പുറത്തിറങ്ങാനും അവർക്ക് സ്വതന്ത്രമായിട്ടൊന്ന് ജീവിക്കാനും. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള അവസ്ഥയെന്ന് പറയുന്നത് വളരെയധികം കഷ്ടമായിരുന്നു. ഈ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതും ഇതുപോലെയുള്ള ബാരക്കാണ്. ഇവർക്ക് കൊടുത്തിരുന്ന ഓരോ റൂമുകളാണ് ഈ കാണുന്നത്. ടോട്ടല് 31 ബാരക്കാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം അവർ പൊളിച്ചു കളഞ്ഞു. ഒരെണ്ണം മാത്രം ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിലനിർത്തിയേക്കുന്നത്. ഇത് ഇവരുടെ ഓരോരുത്തർക്കും കൊടുത്തിരുന്ന കബോർഡ്സ് ആണ്. കബോർഡുകളും അതുപോലെ തന്നെ സ്റ്റൂളും പിന്നെ ബെഞ്ചുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ കബോർഡിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് പ്ലേറ്റ്, സ്പൂണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവരിവിടെ വെച്ചിരുന്നത്. ഇത് ഇവരുടെ കുളിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ മേളിലുള്ള സ്ഥലത്ത് നിന്നാണ് വെള്ളം ചീറ്റി വരുന്നത്. ഇവർ ഇതിന് ചുറ്റുമായിട്ട് നിന്നിട്ടാണ് കുളിച്ചിരുന്നത്. കണ്ടോ, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, 2 ഇതേ ഉള്ളൂ സത്യത്തിൽ നിന്ന് കുളിക്കാനായിട്ട് വരെയും കൊടുത്തിരുന്നത് ഇത്രയും പേർക്ക്. ഇത് ഇവരുടെ ടോയ്ലറ്റ് ആണ് കേട്ടോ. ഒരു മറ പോലും ഇല്ലാതെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ദൂരത്ത് കാണുന്നത് വാഷ് ടവർ ആണ്. അതായത് ഇവിടുത്തെ ഈ തടവുകാർ ഈ ഒരു റൂമിൽ നിന്നും എങ്ങോട്ടിറങ്ങി ഓടിയാലും ശരി, ഓരോ സ്ഥലത്തും ഓരോ വാഷ് ടവർ അവർ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണേലും അവർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടാൽ ഉറപ്പായിട്ടും അവരവിടെ വെടിവെച്ച് കൊന്നിരിക്കും. ഈ കാണുന്നത് ഓരോ പള്ളികളാണ്. ഈ ഒരു പള്ളികൾ കൂടാതെ തന്നെ ഇവിടെ ക്രീമറ്റോറിയം,
ഗ്യാസ് ചേമ്പറും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് പോയി കാണുന്നില്ല, കാരണം എനിക്കിത് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് കാണാനുള്ളൊരു ശക്തി കിട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ പോയി അത് കാണുക. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.